സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനെ സ്തോത്രം, പരിശുദ്ധനെ സ്തോത്രം, കാരുണ്യവാനെ സ്തോത്രം, കരുണാസമ്പന്നനെ സ്തോത്രം, കരുണയോടുടനെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിവിശുദ്ധ നാമത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിനോടുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുകയാണ്. പ്രിയ റോസ് ആൻറ്റിയോടുള്ള എൻ്റെ സ്നേഹത്തെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. പ്രിയ ആൻറ്റിയുമായിട്ട് വളരെ വർഷങ്ങളുടെ പരിചയം എനിക്കുണ്ട്. എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത് ഈ അപ്പുറമായിട്ട് എൻ്റെ ഒരു മെൻറ്റർ എന്ന് തന്നെ എനിക്ക് വിശേഷിപ്പിക്കാവുന്ന എൻ്റെ റോസിൽ ആൻറ്റിയോടുള്ള എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ ഇത്തരുണത്തിൽ അറിയിക്കുന്നു. റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ എല്ലാ അഡ്മിൻസിനോടുമുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ക്രിസ്തുയേശുവിൽ ഞാൻ ശരണപ്പെടുന്നു. ഈ ലൈവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ വന്ദനം ചെയ്യുന്നു. സിസ്റ്റർ ഷിനു സിംസൺ, സിസ്റ്റർ ലിനു, ജോർജ്, എല്ലാവരെയും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിക്കുന്നു. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് ഞാൻ മുമ്പ് പ്രസ്താവിച്ച പോലെ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഈ ജൂൺ 6-ാം തീയതി 9 മണി സമയത്ത് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവേ, ഈ തിരുവചനത്തിൻ്റെ ആത്മീക സത്യങ്ങളെ ഞങ്ങളെ മനസ്സിലാക്കി തരുമാറാകണമേ. അടിയനിത് ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അടിയൻ്റെ ഹൃദയത്തോട് ഇടപെടണമേ. പരിശുദ്ധാത്മാവ് എന്നിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കണമേ. ഒരു മാനുഷിക ശബ്ദം കേൾക്കുവാനല്ല കർത്താവേ നിന്റെ ജനം കടന്നു വന്നിരിക്കുന്നു. ദൈവശബ്ദം കേൾക്കുവാനാ. ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് കേൾപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവിക ആലോചനകളെ ദൈവജനത്തിന് കൈമാറുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകം ഈ റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ നിന്റെ നാമത്തിൽ ചെയ്യുന്ന എല്ലാ വേലകൾക്കും 100 മടങ്ങായി കർത്താവ് പ്രതിഫലം അയക്കുവാൻ വിശ്വസ്തനാണല്ലോ. പ്രതിഫലം അയച്ച് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി തിരക്കിനിടയിലും ഹല്ലേലൂയ സ്തോത്രം. ഇപ്രകാരം നിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിന്റെ ദാസി കാണിക്കുന്ന എല്ലാ ആത്മീക ശുഷ്കാന്തിക്കായിട്ടും കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. സകലവിധ സ്വർഗീയ അനുഗ്രഹങ്ങളാലും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇതിൻ്റെ അഡ്മിൻസിനെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആദ്യോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാത്രം ഭരിച്ചു നടത്തണം. ഒരു ദുഷ്ടപിശാചും നിന്റെ മേൽ ജയമെടുക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കരുത്. കർത്താവ് ആദ്യോടൊന്ന് ഭരിച്ചു നടത്തിയാട്ട്. മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണല്ലോ.
ഇസ്രായേൽ ജനത്തിൽ ഭൂരിഭാഗവും നമുക്കറിയാം, അതായത് വാഗ്ദത്ത കനാനിലേക്ക് ദൈവത്താൽ മിസ്രൈമിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയ ജനം മിക്കവരും വാഗ്ദത്ത കനാനിൽ എത്തിയില്ല എന്ന ഒരു വസ്തുത ബൈബിൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതിന് പ്രധാന കാരണം അവരുടെ പിറുപിറുപ്പായിരുന്നു. അവരുടെ പിറുപിറുപ്പിന്റെ മൂല കാരണം അവരുടെ അവിശ്വാസമായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പുകൾ കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസത്തിന്റെ വിത്ത് വളരുമ്പോഴാണ്, അല്ലെങ്കിൽ അവിശ്വാസത്തിൻ്റെതായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വേരുപിടിക്കുമ്പോഴാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പിന് കാരണം അവരുടെ അവിശ്വാസമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ കാരണം തങ്ങളെ ആർ സഹായിക്കും, തങ്ങളെ ആരുണ്ട് സഹായിക്കുവാൻ എന്നുള്ള ഒരു ഭാരം ഇവരുടെ ഓരോ വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടായതായിട്ട് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സർവശക്തനായ ദൈവമാണ് തങ്ങളെ വിളിച്ചിറക്കിയത് എന്ന് അവർ പലപ്പോഴും മറന്നു കളയുന്ന അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ പിറുപിറുക്കുന്ന അവസ്ഥകളിലും ഒന്ന് ഓർത്തു നോക്കണമേ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തോണായി ദൈവത്തിന്റെ സാന്നിധ്യം അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഈ ദൈവം കൊടുത്ത മഞ്ഞയാണ് അവർ ഭക്ഷിച്ചത്. ദൈവം കൊടുത്ത കാടപ്പക്ഷികളെ അവർ തിന്നത്. ആ മഞ്ഞ വായിലിരിക്കുമ്പോഴും ആ കാടപ്പക്ഷികൾ അവരുടെ വായിലിരിക്കുമ്പോഴും ആ ഇറച്ചി വായിലിരിക്കുമ്പോഴും അവർ ഈ നടത്തിയ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ നടത്തിയ ദൈവത്തിന് വേണ്ടി മാത്രമല്ല, അല്ലെ വിളിച്ചിറക്കിയ ദൈവത്തോട് മാത്രമല്ല, അവരെ മരുഭൂമിയിൽ കൂടെ നടത്തിയ മോശയ്ക്കെതിരായിട്ടും ഈ ജനം പലപ്പോഴും പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെയും വിളിച്ചിറക്കി തന്റെ രാജ്യത്തിന് ഓഹരിക്കാരാക്കി കർത്താവ് വെച്ചു. ഒരു വാഗ്ദത്ത നാട് നമ്മൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. നമ്മൾ ചോദിച്ചതെല്ലാം കർത്താവ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് തന്നു. ആവശ്യപ്പെട്ടതെല്ലാം നമുക്ക് നൽകി തന്നു. നമ്മുടെ കലത്തിലെ മാവ് കുറയാതെ വേണം, നമ്മുടെ ഭരണിയിലെ എണ്ണ കുറയാതെ വേണം നമ്മെ ഓരോ ദിവസവും ഈ ദൈവം നടത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ചില നിസ്സാര കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ചില ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി താമസിക്കുമ്പോൾ നാമും ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നവരാണോ? നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനാ ഈ ദൈവവചന ശുശ്രൂഷ. അല്ലെങ്കിൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരാണോ നാം ദൈവസന്നിധിയിൽ മറുതലിപ്പ് കാണിക്കുന്നവരാണോ? ഇവിടെ 10-5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. കാരണം എന്താ? ചെങ്കടലിനെ വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടി അവരെ അക്കരെ കടത്തിയ ഒരു ദൈവമാ അവരെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നത്. ആഹാരത്തിന് 30 ലക്ഷം വരുന്ന ജനത്തിന് ഒരു മുട്ടും അവിടെ ഉണ്ടായിരുന്നില്ല. മരുഭൂമിയിലൂടെ ആ യാത്ര, പക്ഷേ ഒരു മുട്ടും ദൈവം വരുത്തിയില്ല. തീക്കൽ പാറയിൽ നിന്നും കുടിക്കുവാനായിട്ട് അവർക്ക് വെള്ളം കൊടുത്തു. ദൈവ സാന്നിധ്യം അവരോട് കൂടെ നടന്നു. അവരെ മരുഭൂമിയിൽ അനുഗമിച്ച ആത്മീക പാറ അത് ക്രിസ്തു ആയിരുന്നു എന്ന് കൊരിന്ത്യർ ലേഖന കർത്താവ് അവിടെ സമർത്ഥിക്കുന്നുണ്ട്. തന്നെയല്ല, മിസ്രയീമിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവര് കണ്ണാലെ കണ്ടതും കേട്ടതുമാ. എന്നിട്ടും വിളിച്ചിറക്കിയ ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം അവർക്കുണ്ടായില്ല എന്നതാണ് വാസ്തവം. നിസാര സംഗതികളിൽ പോലും ദൈവത്തെ കോപിപ്പിക്കുന്നവരായി ഇസ്രായേൽ ജനത മാറി. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മിക്കപേരെയും ദൈവം മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു. അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഇതു നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. എന്തിന്? അവർ മോഹിച്ചതുപോലെ നമ്മളും ദുർമോഹികളാകാതിരിക്കേണ്ടത് തന്നെ.
അപ്പോൾ ഇവരെ ദൈവം ശിക്ഷിച്ചതും ഇവരെ ദൈവം നടത്തിയ വിധങ്ങളും ഇവരെ എന്തുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതെല്ലാം, ഇവരെ ശിക്ഷിച്ചു എന്നുള്ളതെല്ലാം ദൈവം നമുക്കൊരു ദൃഷ്ടാന്തമാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, പലപ്പോഴും നമ്മുടെ ദുർമോഹങ്ങളാണ് നമ്മെ പിറുപിറുക്കുവാനിടയാക്കുന്നത്. അയൽവക്കക്കാരനേക്കാൾ മുൻപിൽ നാം ആയിരിക്കണം. അയൽവക്കക്കാരന്റെ വീട്ടിലുള്ള സകല സാധനങ്ങളും നമ്മുടെ വീട്ടിൽ വേണം. അയൽവക്കക്കാരനേക്കാൾ പണക്കാരനാകണം, പണക്കാരിയാകണം. സഹോദരങ്ങളെക്കാൾ മികച്ച ജീവിതം നയിക്കണം. ഇതൊക്കെ ഈ ആറ്റിറ്റ്യൂഡ്, ഈ മനോഭാവം നാം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എത്തുവാൻ പരാജയപ്പെടുമ്പോൾ നമുക്ക് നിരാശയുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്നത് വലുതാ, പക്ഷേ ആ നിലവാരത്തിൽ എത്താതെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് നിരാശയുണ്ടാകും. ആ നിരാശ പിറുപിറുപ്പായിട്ട് മാറും. മറ്റുള്ളവരോട് അസൂയായിട്ടത് പരിണമിക്കും. ദൈവത്തോടത് മറുതലിപ്പായിട്ട് തീരും. കാലക്രമേണ നാം അല്ലാതെ മറ്റൊരു സ്വഭാവത്തിനുടമകളായി തീരും. നമ്മുടെ ജീവിതത്തിൽ നിന്നും ധാർമ്മികത നമ്മൾ അങ്ങ് മാറ്റിവെക്കും. സത്യസന്ധത നമ്മളിൽ നിന്ന് നമ്മെ വിട്ടകന്നു പോകും. പിന്നെ എന്ത് ചെയ്യുവാനും നാം മടിയില്ലാത്തവരായി മാറും. നാം ലക്ഷ്യം വയ്ക്കുന്നത് നേടുവാൻ ഏതു വഴിയും സ്വീകരിക്കുന്നവരായി നാം മാറും. വളരെ തന്ത്രപൂർവം പിശാച് നമ്മളെ അതിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാനിടയാകും. പ്രിയമുള്ളവരെ, ഇപ്രകാരം നാം ദൈവത്തോടും മനുഷ്യരോടും പ്രാഗൽഭ്യമില്ലാത്തവരായി മാറുകയാണ് ചെയ്യുന്നത്. അർത്ഥാൽ നമ്മെ നാം അല്ലാതെ മാറ്റി വഞ്ചനയുടെ ആത്മാവിനാൽ പിടിക്കപ്പെടുന്നവരായി നാം മാറുവാനിടയാകും. അതിന്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് നമ്മുടെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്നു. എന്തിനാ അവരെ പോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. അവരെ പോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ എന്നിവിടെ എഴുതി വച്ചിരിക്കുകയാണ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, മറുപടി അല്പം വൈകിയാലും ദൈവത്തിന്റെ മറുപടിക്കായി ക്ഷമയോടെ നാം കാത്തിരുന്നാൽ വിടുതലിന്റെ സന്തോഷം വലുതായിരിക്കും. അല്ല, നാം മറുതലിക്കുന്നുവെങ്കിൽ, മത്സരിക്കുന്നുവെങ്കിൽ, പിറുപിറുക്കുന്നു എങ്കിൽ ദൈവപ്രസാദത്തിന് പകരം ദൈവക്രോധമായിരിക്കും നമ്മുടെ മേൽ ജ്വലിക്കുക. 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ അവരെ പോലെ വിഗ്രഹാരാധികളാകരുത്. അപ്പോൾ ആദ്യം പറയുന്നു, നിങ്ങൾ അവരെ പോലെ മത്സരികളാകരുത്, ദുർമോഹികളാകരുത്. രണ്ടാമതായി ഇവിടെ പറയുന്നത്, നിങ്ങൾ അവരെ പോലെ വിഗ്രഹാരാധികളാകരുത്. ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നുപോയ മോശ ദൈവസന്നിധിയിൽ നിന്നും, പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുവാൻ താമസിക്കുന്നത് കണ്ട ഇസ്രായേൽ ജനം അഹരോനെ സമീപിക്കുക. എന്നിട്ട് അഹരോനോട് പറയുക, മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് നീ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അഹരോൻ ഈ ജനത്തിന്റെ വാക്ക് കേൾക്കുകയാ. അഹരോന് ഈ ജനത്തെ പേടിച്ചു. അവർ പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറാകുകയാ. അവരുടെ കാതുകളിൽ കിടന്ന കുണക്കുകളെ മേടിച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അതിനൊരു യാഗപീഠം പണിതു. എന്നിട്ട് നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവ ദിവസം എന്ന് വിളിച്ചു പറയുകയാണ്. പിറ്റേന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാനയാഗങ്ങൾ കഴിച്ചിട്ട്, അതിന്റെ പുറപ്പാട് പുസ്തകം 32:6 പറയുന്നു, ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അവർ വിഗ്രഹത്തെ ആരാധിപ്പിച്ച് അവിടെ ദൈവത്തെ കോപിപ്പിച്ചു. അതുകൊണ്ട് പൗലോസ് ഇവിടെ കൊരിന്ത്യ സഭയ്ക്ക് ഒരു വാണിക കൊടുക്കുക. കൊരിന്ത്യ സഭയോട് പറയുന്നു, നിങ്ങൾ അവരെ പോലെ വിഗ്രഹാരാധികളാകരുത്. ഇതിലെല്ലാം ഇസ്രായേൽ ജനത്തിന്റെ മറുതലിപ്പും പിറുപിറുപ്പും വെളിപ്പെടുകയാണ്. അതുകൊണ്ട് കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുക, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ
ദൈവത്തെ കോപിപ്പിക്കുന്നവരാകരുത്. നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. നിങ്ങൾ ദൈവത്തോട് മത്സരിക്കുന്നവരാകരുത് എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ അവിശ്വാസം ഏറ്റവും അധികം വെളിപ്പെട്ടത് അവർ വാഗ്ദത്ത ദേശത്ത് കാലുകുത്തുന്നതിന് തൊട്ടു മുൻപുള്ള സമയങ്ങളിലാണ്. നമുക്കറിയാം, ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ഗോത്രത്തിൽ 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെ നീ തിരഞ്ഞെടുക്കണം, അവരെ ദേശം ഉറ്റുനോക്കുവാനായിട്ട് നീ വിടണം. ഈ 12 പേരും ദേശം ഉറ്റുനോക്കി 40 ദിവസത്തിനുള്ളില് അവർ 40 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തിരികെ വന്നു. അതിൽ 12 പേര് പോയി 10 പേര് തിരികെ വന്നിട്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇതാണ്: ദേശത്തിലെ ജനം ബലവാന്മാരും ദേശം ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളതാണ്. അനാക്കിന്റെ പുത്രന്മാരായ അനാക്യമല്ലന്മാരെ ഞങ്ങൾ അവിടെ കണ്ടു. മാത്രമല്ല ജനം ഒക്കെയും അതികായകന്മാരാ. അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടുക്കിളി പോലെ തോന്നിയെന്നാ ഇവര് പറയുന്നത്. അതുകൊണ്ട് ഈ ജനത്തോട് ഈ 10 പേരും ഒരേ സ്വരത്തിൽ പറയുക, ഈ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു. കേൾക്കണമേ, പോയി വന്ന 10 പേരും നെഗറ്റീവ് റിപ്പോർട്ട് ഇവിടെ കൊടുക്കുകയാണ്. ജനം ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. രാത്രി മുഴുവനും ഈ ജനം ഇരുന്ന് കരഞ്ഞു. മാത്രമല്ല, എപ്പോഴും ഉള്ളതുപോലെ മോശയ്ക്കും അഹരോനുമെതിരായി ഈ ജനം പിറുപിറുക്കുവാൻ തുടങ്ങി. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ മിസ്രയീം ദേശത്ത് മരിച്ചുപോയെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ മരിച്ചു വീണെങ്കിൽ കൊള്ളാമായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാ? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകും. ഇതിലും നല്ലത് ഞങ്ങൾ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുന്നതാ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നെഗറ്റീവ്നെസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇവിടെ പ്രദർശിക്കപ്പെടുന്നത് ഇവരുടെ വാക്കുകൾ കൊണ്ട്. 10 പേരുടെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടിന്റെ പരിണതഫലമാണ് ഈ ജനത്തിന്റെ മനസ്സ് പതറിപ്പോയി. ഈ ജനം കരയുവാൻ തുടങ്ങി, പിറുപിറുക്കുവാൻ തുടങ്ങി. കാരണം എന്താ? വിളച്ച് ഇറക്കിക്കൊണ്ടുവന്ന ദൈവത്തിലുള്ള അവിശ്വാസമാ ഇവര് പിറുപിറുക്കുവാൻ കാരണമായി തീർന്നത്. പ്രിയമുള്ളവരെ, എന്തു പറഞ്ഞാലും നെഗറ്റീവ് പറയുന്ന ചിലരെ നമ്മുടെ മധ്യത്തിൽ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ഇടയിലും നെഗറ്റീവ് പറയുന്ന അനേകരെ നമ്മൾ കാണാറുണ്ട്. വായി തുറന്നാൽ നല്ലതും ഉള്ളതുമായ കാര്യങ്ങൾക്ക് പകരം നെഗറ്റീവ് മാത്രമേ ഇവർ പറയുകയുള്ളൂ. അങ്ങനെയുള്ള 10 പേരുടെ പ്രസ്താവനകളിൽ ജനം പതറിപ്പോയി. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ നൂന്റെ മകൻ ജോശുവയും, എഫ്രൈം ഗോത്രത്തിൽപ്പെട്ട നൂന്റെ മകനായ യോശുവയും, യഹൂദാ ഗോത്രത്തിൽപ്പെട്ട യെഫൂന്നിയുടെ മകൻ കാലേബും ഉണ്ടായിരുന്നു. അവര് ഒറ്റുനോക്കാൻ പോയവരാ. അവർ ഇത് കേട്ട് വസ്ത്രം കീറി. എന്നിട്ട് ജനത്തിന്റെ സർവ്വസഭയോടും പറഞ്ഞത് ഇങ്ങനെയാ: ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ പാലും തേനും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരും. എന്നാൽ നിങ്ങൾ യഹോവയോട് മത്സരിക്കുക മാത്രം അരുത്. അവർ പറയുന്നത് ഇതാ: നിങ്ങൾ ദൈവത്തോട് മത്സരിക്കരുതേ, ദൈവം ആ ദേശം നമുക്ക് തരും. തന്നെയല്ല, ആ ദേശത്തെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാകുന്നുവെന്നാ ഇവർ പറയുന്നത്. അവരുടെ ശരണം പോയിരിക്കുന്നു. ഇസ്രായേൽ ജനം കടന്നു വരുന്നു, പ്രയാണം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവരുടെ ശരണം പോയിരിക്കുക. അതുകൊണ്ട് അവർ നമുക്ക് ഇരയാ. അതുകൊണ്ട് അവരെ നിങ്ങൾ ഭയപ്പെടരുത്, നമ്മോടുകൂടെ യഹോവ ഉള്ളത് കൊണ്ട് നാം അവരെ ഭയപ്പെടരുതെന്നാ ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ അവരോട് പറയുന്നത്. കണ്ടോ? ദൈവാശ്രയബോധമുള്ള 2 പേരുടെ വാക്കുകളായത്. യഹോവ നമ്മോട് കൂടി ഉള്ളത് കൊണ്ട് നമുക്കവരെ ജയിക്കുവാൻ കഴിയുമെന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ്. എന്നെ കേൾക്കുന്ന, ഈ ലൈവിലൂടെ കേൾക്കുന്ന പ്രിയരെ, ദൈവാശ്രയ ബോധമുള്ളവൻ ഒരിക്കലും നെഗറ്റീവ് പറയത്തില്ല കേട്ടോ.
നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാ. നമ്മൾ നെഗറ്റീവ് പറയുന്നവരാണോ? എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ് പറയുന്നതാണെങ്കിൽ ഇന്ന് അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഒരിക്കലും നെഗറ്റീവ് പറയരുത്. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മളുടെ വായിൽ നിന്ന് പോസിറ്റീവ് വെളിപ്പെട്ടാൽ, അല്ലെങ്കിൽ പോസിറ്റീവ് വാക്കുകൾ പുറപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാതിരിക്കുകയില്ല. അതുകൊണ്ട് പോസിറ്റീവ് മാത്രം പറയണം. നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ ക്രിയ നടക്കുവാനായിട്ട്, നെഗറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി തീരും. ഇവിടെ അവർക്ക് ഒരു ഉറപ്പുണ്ട്, ആഴമായ വിശ്വാസമുണ്ട്, ദൈവം നമ്മോടുകൂടി ഇരിക്കും, അവൻ നമുക്ക് ജയം നൽകും. അതായിരുന്നു യോശുവയുടെയും കാലേബിന്റെയും ഉറപ്പ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ലൈവിലൂടെ എന്നെ കേൾക്കുന്ന പലരുടെയും നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ചിലരോട് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയായി, വചനാടിസ്ഥാനത്തിൽ പറയുകയാണ്, ധൈര്യമായിരിക്കുക. 1000 പേരുടെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളല്ല നിങ്ങളുടെ ഭാവിയെ നിശ്ചയിക്കേണ്ടത്. പിന്നെയോ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താത്ത, നെഗറ്റീവ് പറയാത്ത, ദൈവത്തിലും ദൈവവചനത്തിലും നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. അപ്പോൾ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിക്കുക. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് ഈ ഉലകത്തിൽ ഒരു ശക്തിയുമില്ല. അത് നാം ഉറയ്ക്കണം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആർക്കും നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് ഈ വചനാടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്, ബി പോസിറ്റീവ്. ഒരിക്കലും നെഗറ്റീവിനെ എടുക്കരുത്. പോസിറ്റീവ് മാത്രം ചിന്തിക്കുവാൻ, പോസിറ്റീവ് മാത്രം പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയായി തീരട്ടെ. പോസിറ്റീവായിട്ടുള്ള വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ശത്രു നമ്മളോട് പലപ്പോഴും പറയും, നമ്മുടെ ഹൃദയത്തോട് പറയും, നിന്റെ ജീവിതത്തിൽ ഇനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇത് നിന്റെ അവസാനമാ എന്ന് പിശാച് നമ്മെ നോക്കി പറയുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ പോസിറ്റീവ്, ആ പോസിറ്റീവായിട്ടുള്ള ദൈവവചനങ്ങൾ, വാഗ്ദത്ത വചനങ്ങള്, പ്രത്യാശയുടെ വചനങ്ങള്, വിശ്വാസത്തിന്റെ വചനങ്ങൾ നമ്മൾ അതിന്മേൽ തൊടുത്തുവിട്ടാൽ പിശാച് നാണിച്ച് താഴ്ത്തി പോകുവാനിടയായി തീരും. നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരുവാനിടയാകും. പ്രിയമുള്ളവരെ, എന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ആഴമായി വിശ്വസിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയായി തീരണം. ഇവിടെ കാലേബും യോശുവയും ദൈവം നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവനെ ജയിക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നു. അനാഖ്യമല്ലന്മാർ ഉണ്ടായിക്കൊള്ളട്ടെ, ജനം അതിഗായകന്മാരായിക്കൊള്ളട്ടെ, പട്ടണം ഉറപ്പുള്ള കോട്ടമതിലുള്ളതായിക്കൊള്ളട്ടെ, പ്രിയ ദൈവ പൈതലെ, ദൈവം നമ്മോടുകൂടി ഉണ്ടോ? ജയം നമുക്കാണ്. നമ്മോടുകൂടിയുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് നാം ഉറയ്ക്കുവാൻ തയ്യാറാകണം. നമ്മോടുകൂടിയുള്ളവൻ നമ്മുടെ ശത്രുക്കളോട് കൂടി ഉള്ളവനേക്കാൾ വലിയവനാണ് എന്ന് നമുക്ക് ഉറയ്ക്കുവാനിടയായി തീരണം. ആരാ നമ്മുടെ ദൈവം? നമ്മുടെ ദൈവം യുദ്ധവീരനായ ദൈവം നമ്മോടുകൂടി ഉണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളതാ. അവൻ നമുക്ക് വേണ്ടിയും യുദ്ധം ചെയ്യുവാനിടയായി തീരും. അതുകൊണ്ട് ജീവിതത്തിൽ നിരാശയുടെ അനുഭവങ്ങളിൽ ഇരിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നിരാശയൊക്കെ തള്ളിക്കളയ്. പ്രത്യാശയുള്ളവരായി നമ്മുടെ ജീവിതം മാറട്ടെ. ദൈവം നമ്മോടുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കുവാൻ, നേടുവാൻ സാധിക്കാത്ത ഒന്നും ഈ ഉലകത്തിൽ ഇല്ല എന്ന് നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. ആശ്രയം ക്രിസ്തുവിൽ മാത്രമായിരിക്കട്ടെ, അടിസ്ഥാനം ക്രിസ്തുവേശുവിൽ മാത്രമായിരിക്കട്ടെ. എങ്കിൽ നാം ഒരിക്കലും കുലുങ്ങുകയില്ല. ആ ആത്മീക പാറയിൽ നമുക്ക് ഉറയ്ക്കാം. ആ പാറ ക്രിസ്തു ആയിരുന്നു എന്ന് തിരുവചനം നമ്മോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അതുകൊണ്ട് ബൈബിൾ പറയുക, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുക, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസഭയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ
അടുക്കൽ വന്നിട്ട്, അതായത് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ജീവനുള്ള കല്ലാരാ? ക്രിസ്തുവാണ്. കുറിവാക്യം പറയുന്നു, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഒരേ ആത്മീക പാനീയം അവർ കുടിച്ചു. നാം കണ്ടു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പ്രിയമുള്ളവരെ, മരുഭൂമിയുടെ ചൂടേറിയ അനുഭവങ്ങളിൽ കാത്തു സൂക്ഷിച്ച് തിന്നുവാൻ മഞ്ഞയും ഇറച്ചിയും ഒക്കെ കൊടുത്ത്, കുടിക്കുവാൻ വെള്ളമൊക്കെ കൊടുത്ത്, അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, അവരുടെ ചെരുപ്പ് പഴകാതെ അവരെ അനുഗമിച്ച ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും വിശ്വസിക്കാത്ത, പിറുപിറുക്കുന്ന അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല എന്നവിടെ കാണുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവം തെരഞ്ഞെടുത്ത ജനത്തിന്റെ നടുവിൽ അവിശ്വാസവും പിറുപിറുക്കവും കടന്നു വന്നപ്പോൾ വാഗ്ദത്ത ദേശം അവകാശമാക്കാതെ അവർ മരുഭൂമിയിൽ പട്ടുപോയതുപോലെ നശിച്ചു പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പിന്നെയോ പിറുപിറുക്കാതെ, ദൈവത്തോട് മത്സരിക്കാതെ, ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് സ്വർഗീയ നിത്യതയ്ക്ക് ഓഹരിക്കാരാകുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അവിശ്വാസമുള്ള ഹൃദയം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൽ നമുക്ക് ഉറയ്ക്കാം. നമ്മുടെ ലക്ഷ്യം നിത്യത മാത്രമായിരിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തില് ഇപ്രകാരം കാണുന്നു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇനി ഇരിക്കും. അവൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകിയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകിയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. പ്രിയമുള്ളവരെ, നിത്യതയുടെ സന്തോഷമാ നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, നിത്യത ജയിക്കുന്നവന്റെ മാത്രം അവകാശമാണ് കേട്ടോ. നാം ജയിക്കണം. ഈ ക്രിസ്തീയ ജീവിതത്തിൽ നാം ജയിക്കുന്നവനാണ് നിത്യത പ്രാപിക്കുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ദാഹിക്കുന്നവനാണ് രക്ഷ സൗജന്യമായി ദൈവം കൊടുക്കുന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറഞ്ഞു കൊള്ളട്ടെ, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ സൗജന്യമാണ്. അത് കരസ്ഥമാക്കുവാൻ നിങ്ങളെ ഞാൻ ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. മരണമില്ലാത്ത ജീവിതത്തിലേക്ക്, ദുഃഖവും മുറവിളിയുമില്ലാത്ത, കഷ്ടതയില്ലാത്ത, സകലതും പുതുതായ ഒരു പുതു ലോകത്തിലേക്ക് യേശു കർത്താവ് നമ്മെ വിളിക്കുക. അവന്റെ വരവിന് വേണ്ടി നമുക്ക് കാതോർക്കാം. അവന്റെ വരവിന് വേണ്ടി നമുക്ക് നോക്കി പാർക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ ഒരിക്കലും പിറുപിറുക്കുന്നവരായി തീരരുത്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിഷയങ്ങളുടെ മേൽ വിടുതൽ തന്നാലും തന്നില്ലെങ്കിലും ഞാൻ തന്നെ, ഹല്ലേലൂയ നീ തന്നെ എന്റെ ദൈവമെന്ന് പറയുവാൻ, അപ്പാ ഞാൻ നിന്റെ മകളാണ്, ഞാൻ നിന്റെ മകൾ മാത്രമാണ് എന്ന് പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായി തീരണം. മകനാണ്, മകളാണെന്ന് പ്രാഗൽഭ്യത്തോടുകൂടി പറയുവാൻ ദൈവസന്നിധിയിൽ പിറുപിറുപ്പില്ലാത്തവരായി, മത്സരമില്ലാത്തവരായി, പാപമില്ലാത്തവരായി ദൈവസന്നിധിയിൽ ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ വചന സന്ദേശത്തിന് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമേൻ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ നമുക്ക് കാത്തിരിക്കാം.
കർത്താവ് നിങ്ങളെ ഏവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമേൻ. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിനോടും പ്രത്യേകാൽ എൻ്റെ പ്രിയ റോസ്ലിൻ ആന്റിയോടും എല്ലാ അഡ്മിൻസിനോടുമുള്ള എൻ്റെ സ്നേഹത്തെയും നന്ദിയെയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദയവായി കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.